ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്, യൂട്രസിലെ ഫൈബ്രോയിഡുകൾ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് യൂട്രസ് ഫൈബ്രോയിഡ്സ്. അതായത് ഏകദേശം ഒരു 50% സ്ത്രീകളിൽ, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ ഒരു 20 to 45 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50% പേരിൽ കാണുന്നതാണ് ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡുകൾ. ഫൈബ്രോയിഡ് എന്നാൽ ഒരിക്കലും അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളല്ല. അത് യൂട്രസിലെ പേശികളിൽ ഉണ്ടാകുന്ന വീക്കം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഫൈബ്രോയിഡ്സ്. പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളും പല ബന്ധുക്കളും ഞാൻ സ്കാൻ ചെയ്തു, യൂട്രസിനകത്ത് ഫൈബ്രോയിഡുകളുണ്ട്, ദൈവമേ അത് ക്യാൻസർ ആണോ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് അതിനെ എടുക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചികിത്സ സഹായം തേടണമോ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മിക്കപ്പോഴും നമുക്ക് ഏതൊരു ഹെൽത്ത് ചെക്കപ്പോ സ്കാനോ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കണ്ടേക്കാം. ഞാൻ ഡോക്ടർ ടോം ജോർജ്, ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന് യൂട്രസിലെ ഫൈബ്രോയിഡുകളുടെ ട്രീറ്റ്മെൻറ്റിന് എന്താണ് റോളെന്ന്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു പക്ഷേ യൂട്രസിലെ ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതിന് നമ്മൾ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ കൂടുതലും ഫൈബ്രോയിഡുകൾ കാണുന്നത് 20 മുതൽ 45 വയസ്സിനിടയിലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പീരീഡ്സ്, മെൻസസിൻ്റെ സമയത്ത് അസഹനീയമായ വയറുവേദന അഥവാ വളരെയധികം ബ്ലീഡിങ് ഉണ്ടാവുക ആർത്തവ സമയത്ത്. നമ്മൾ അതിൻ്റെ മെഡിക്കൽ ടേം മെനോറേജിയ എന്ന് പറയും. മെനോറേജിയ എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്ലീഡിങ്, സാധാരണത്തിലും കൂടുതൽ അളവിൽ ബ്ലീഡ് ചെയ്യുക, കൂടുതൽ ദിവസങ്ങൾ ബ്ലീഡ് ചെയ്യുക, അതേപോലെ തന്നെ അസഹനീയമായ വേദന ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഈ ചിലർക്കുള്ള ഫൈബ്രോയിഡുകൾ വളരെയധികം വലുതാണെങ്കിൽ അതിനടുത്തുള്ള യൂറിനറി ബ്ലാഡർ അഥവാ മലദ്വാരത്തിൽ നമ്മളത് പ്രസ് ചെയ്ത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം അഥവാ മൂത്രതടസ്സം, വിട്ടുമാറാതെയുള്ള കൂടെയുള്ള യൂറിനറി ഇൻഫെക്ഷനായിട്ടും യൂട്രസിലെ ഫൈബ്രോയിഡുകൾ കൊണ്ട് രോഗികൾ ബുദ്ധിമുട്ടാറുണ്ട്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട്. ഗൈനക്കോളജി ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചതിന് ശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാൻ സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്കാനിങ്ങിലൂടെ ഫൈബ്രോയിഡുകളുടെ എണ്ണം, അതിൻ്റെ വലിപ്പം അഥവാ സൈസ്, യൂട്രസിൻ്റെ ഏത് അറകളിലാണ് ഇത് ഉള്ളതെന്നും, അതായത് എൻഡോമെട്രിയം, മയോമെട്രിയം, സിറോസ, അങ്ങനെ പല ലെയറുകളുണ്ട്. അത്തരത്തിൽ എവിടെയാണ് ഫൈബ്രോയിഡിൻ്റെ ലൊക്കേഷൻ എന്നും അതാണ് നിങ്ങളുടെ രോഗലക്ഷണങ്ങളുടെ കാരണം എന്നും കൃത്യമായി കൺഫേം ചെയ്യാൻ നമുക്ക് സാധിക്കും. യൂട്രസിലെ ഫൈബ്രോയിഡുകൾ എന്താണെന്നും അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നും കൃത്യമായി അത് എങ്ങനെ കൺഫേം ചെയ്യാമെന്നും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫൈബ്രോയിഡിൻ്റെ ചികിത്സയിലേക്ക് കടക്കാം. അതായത് ഫൈബ്രോയിഡിന് ഇതുവരെ നമുക്ക് പലർക്കും അറിയാവുന്ന ചികിത്സകളെക്കുറിച്ചും ഇനിയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിലവിലുള്ള എന്നാൽ പലർക്കും അറിയാത്ത ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈബ്രോയിഡ് യൂട്രസ് കൊണ്ട് മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആദ്യഘട്ടങ്ങളിൽ ചില മെഡിസിൻസ് അഥവാ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് സജസ്റ്റ് ചെയ്യുന്നത്. മെഡിസിൻസ് കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡെഫിനിറ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം. യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് ചികിത്സയിൽ ആദ്യകാലങ്ങളിൽ ഒരു ഓപ്പൺ സർജറികളായിരുന്നു ചെയ്യുന്നത്. പിന്നീട് അത് മെഡിക്കൽ സയൻസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അത് ഒരു ലാപ്രോസ്കോപ്പി അഥവാ കീ ഹോൾ സർജറിയിലേക്ക് എത്തിയി. ഇപ്പോൾ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പിൻ ഹോൾ ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇത്തരത്തിൽ പിൻ ഹോൾ ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഞങ്ങളെ IR ഡോക്ടേഴ്സ് അഥവാ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഡോക്ടേഴ്സ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഇത് വളരെയധികം സേഫ് ആൻഡ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു സർജറി ട്രീറ്റ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകാവുന്നതാണ്. കാര്യമായിട്ടൊരു റെസ്റ്റും വേണ്ട. ശരീരത്തിൽ ഒരു തുന്നൽ പോലും ഇടുന്നില്ല. ഒന്നിലധികം ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിലും ഒരു സിംഗിൾ സെഷൻ ഓഫ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ മതി. ചികിത്സയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോവാം. റിക്കവറി ടൈം വളരെ ഫാസ്റ്റാണ്. അഥവാ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം. കാര്യമായിട്ടുള്ളൊരു റെസ്റ്റ് വേണ്ട. പിന്നെ ഒരു ലോങ് ടേം മരുന്നുകളുടെ ഒരു ആവശ്യവുമില്ല. യൂട്രസ് അവിടെ തന്നെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
നമുക്ക് വീണ്ടും അടുത്ത മെൻസസിൽ നോർമൽ മെൻസസ് ഉണ്ടാവുകയും ചികിത്സയ്ക്ക് ശേഷം പലരും വിചാരിക്കും നമുക്ക് ഇനിയും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമോ എന്ന്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷന് ശേഷം തീർച്ചയായും വീണ്ടും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കും. അത് സർജറി ചെയ്യാൻ പറ്റാത്ത പല ഹൈ റിസ്ക് കണ്ടീഷനുകളിലും നമുക്ക് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. നിങ്ങളുടെ യൂട്രസിലെ നിങ്ങളുടെ ഫൈബ്രോയിഡുകൾക്ക് ഒരു പക്ഷേ സർജറി സജസ്റ്റ് ചെയ്താലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിനെ വന്ന് കണ്ട് നിങ്ങൾക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ അഥവാ UFE ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആണോ എന്ന് നിങ്ങൾ കണ്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് തീർച്ചയായും ആവശ്യമാണ്. കാരണം യൂട്രസ് നീക്കം ചെയ്യുക എന്നാൽ ഇന്ത്യൻ സ്ത്രീകളിൽ വളരെയധികം ഇമോഷണലി അവരെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് പിൻഹോൾ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം സേഫും എഫക്റ്റീവുമായി. അപ്പോൾ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ എന്നാൽ എന്താണെന്നും അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നും അത് കൃത്യമായി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നും നിലവിലുള്ള യൂട്രസിലെ ഫൈബ്രോയിഡിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിൻഹോൾ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു.